ഹായ് ഓൾ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്. ഫോഴ്സ് ആൻഡ് പ്രഷർ നമ്മുടെ ഈ വർഷത്തെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ ലൈവ് സെഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഫോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഫോഴ്സിൻ്റെ ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും വേണം. സോ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കടാ, എന്താ ചോദിച്ചത്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ദ ബിലോ സിറ്റുവേഷൻ. ഈ പറയുന്ന സിറ്റുവേഷനിലെ ഫോഴ്സ് ഏതാണ്, ഏത് ടൈപ്പ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ആ ഫോഴ്സിന്റെ പേരെന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. എ കോയിൻ ഓർ പെൻ ഫാൾസ് ടു ഗ്രൗണ്ട് വെൻ സ്ലിപ്പ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്. നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയി കഴിഞ്ഞാൽ കോയിനും പെന്നും ഒക്കെ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. കാരണം എന്താണ്? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് താഴേക്ക് പിടിച്ചു വലിച്ചത്. യെസ്. രണ്ടാമത്തെ കേസ് നോക്കണം. എ ബോട്ട് കം ടു റെസ്റ്റ് ഇഫ് യു സ്റ്റോപ്പ് റോയിങ് ഇറ്റ്. നമ്മൾ തുഴയുന്ന നിർത്തി കഴിഞ്ഞാൽ ബോട്ട് മെല്ലെ മെല്ലെ നിൽക്കും. അതിനെ മോഷൻ സ്റ്റോപ്പ് ആവും. മോഷൻ സ്റ്റോപ്പ് ആവുന്ന, മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കടാ. വെൻ എ പേഴ്സൺ ഹാമേഴ്സ് എ നെയിൽ. ഒരു ആണി ഉണ്ട് അയാളുടെ കയ്യിൽ, ഹാമർ വെച്ചിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് അപ്ലൈയിങ് ഹിസ് മസ്കുലാർ ഫോഴ്സ്. സിമ്പിൾ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സസൈസ് പാർട്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ച കാര്യം നോക്കടാ. ഗീവ് ടു എക്സാമ്പിൾ ഓഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ക്യാൻ ബ്രിങ് എബൌട്ട് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എ ബോഡി. ബോഡിയുടെ സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്തുന്ന രണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ആ സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞു, വി പുഷ് എ ബൈസിക്കിൾ ടു മൂവ് ഇറ്റ്. റെസ്റ്റിലുള്ള ഒരു ബൈസിക്കിൾ നമ്മൾ പുഷ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സോ സ്റ്റേറ്റ് റെസ്റ്റ് നിന്ന് മോഷനിലേക്ക് മാറി അല്ലേ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. വെൻ വി പുൾ എ ടേബിൾ ഇറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദി ടേബിൾ. അപ്പോൾ ആദ്യം ഇവിടെ നിന്നിരുന്ന ഇവിടെ റെസ്റ്റിലുണ്ടായിരുന്ന ടേബിൾ നമ്മൾ പുഷ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ അതൊക്കെ അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്തതാണ്. സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനറിയണം. നമുക്കറിയാം ഫോഴ്സിന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് സ്റ്റേറ്റ് ഓഫ് മോഷൻ മാറ്റാൻ പറ്റും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇതിനെല്ലാ എക്സാമ്പിൾസ് മക്കൾക്ക് അറിയാം. സോ ഈ കാര്യം കൂടി അവിടേക്ക് ഓർത്ത് വയ്ക്കാം. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും നമുക്കുണ്ട്. അതിനുള്ള സിമിലാരിറ്റി എന്താണ്? ഓഫ് കോഴ്സ് അവർ രണ്ടുപേരും എന്താണ്? ദേ ആർ നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ. ഈ ഫോഴ്സ് വരാൻ തമ്മിൽ കോണ്ടാക്ട് വേണ്ട, ദൂരെ ഇരുന്നാൽ പോലും നമ്മൾ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമിലാരിറ്റിയാണ് ദേ ക്യാൻ ബി അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ്. അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. സിമിലർ പോൾസ് ആണെങ്കിൽ, സിമിലർ ചാർജ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് പോൾസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. സോ ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫോഴ്സിനെയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ കാര്യം മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അസേർഷൻ, രണ്ടാമത്തെയാണ് റീസൺ. ഇത് രണ്ടും ട്രൂ ആണോ ഫാൾസ് ആണോ, ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യമാണ് എഴുതേണ്ടത്. സോ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ടർ ബിഗിൻസ് ടു ഫ്ലോ ടുവേർഡ്സ് ഗ്രൗണ്ട് ആസ് സൂൺ ആസ് വി ഓപ്പൺ എ ടാപ്പ്. ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വീഴും. അതൊരു അസേർഷനായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് വീഴുന്നത്? റീസൺ ആയിട്ട് പറയുന്ന കാര്യം ശരിയാണോ, അത് ആ അസേർഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണെന്ന് പറയാം. ഓക്കെ, റീസൺ വായിച്ച്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വിച്ച് മേക്ക് തിങ്സ് ഓർ ഒബ്ജക്ട്സ് ഫാൾ ടുവേർഡ്സ് ദി എർത്ത് ആസ് ഇറ്റ് പുൾസ് ദം. ശരിയാണ്. സോ ഇവിടെ അസേർഷൻ കറക്റ്റാണ്, വെള്ളം താഴേക്ക് തന്നെ വീഴും. റീസണും കറക്റ്റാണ്. നമ്മൾ പറയേണ്ട കാര്യം ഇങ്ങനെയാണ്, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അത് സാധാരണഗതിയിൽ ഓപ്ഷൻ എ ആണ് വരിക. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം, അസേർഷൻ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ്, സോറി, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. യെസ്. സോ അതായിരുന്നു ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് MCQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾക്ക് അറിയാവുന്നതാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതാണ് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് രണ്ടും രണ്ടാണോ ഒന്നാണോ? മക്കൾ നിങ്ങൾ എല്ലാവരും ഫിഗറിലേക്ക് നോക്കിയേ, എന്തൊക്കെ കാണാം? ഇവിടെയാണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്, ഇവിടെയാണ് ഗ്രാവിറ്റേഷൻ. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ കാര്യം ഈ യൂണിവേഴ്സിലെ മാസ് ഉള്ള എല്ലാ ഒബ്ജക്ട്സും തമ്മിലുണ്ട്. എന്നാൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എർത്തും എല്ലാ ഒബ്ജക്ട്സും തമ്മിലാണ്. സോ എർത്ത് എല്ലാ ഒബ്ജക്റ്റും ഇതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് അട്രാക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ, സോറി, അട്രാക്ഷൻ ബിറ്റ്വീൻ ഓൾ ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. അങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നത്. സോ നോക്കിയേ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് എർത്ത് ഗ്രാവിറ്റേഷൻ പുൾ ഓൺ എ ബോഡി. എർത്ത് പുള്ളിനെ നമ്മൾ സിമ്പിളായിട്ട് ഷോർട്ടാക്കിയിട്ട് കുട്ടിയാക്കിയിട്ട് ഗ്രാവിറ്റി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ സമയത്തും അട്രാക്റ്റീവാണ്. ഗ്രാവിറ്റിയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഓഫ് ദി യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിലെ എല്ലാ ബോഡീസും, മാസത്തിലെ എല്ലാ ബോഡീസും അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് മാത്രമല്ല, ഞാനും നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സിമ്പിൾ. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലമാണ്, കൃത്യമായി ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇൻ എ ടഗ് ഓഫ് വാർ 3 boys of team A. അപ്പോൾ ടീം എയിൽ എത്ര പേരാണ്? 3 പേരുണ്ട്.
ടീം ബിയെ പറയുന്നത് അവിടെ 3 പേരുണ്ട്. ഓരോരുത്തരുടെയും ഫോഴ്സ് ആണ് 100 ന്യൂട്ടൺ, 120 ആൻഡ് 180. സെക്കൻഡ് ടീമിൽ 130, 180 ആൻഡ് 120. ഹൂ വിൽ വിൻ ടഗ് ഓഫ് വാർ? വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ടഗ് ഓഫ് വാറിൽ എന്താ സംഭവിക്കുക? ഒരു ടഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റോപ്പ് ഉണ്ടാവും അല്ലേ? ആ ഒരു റോപ്പിനെ ഇതാ ഇവിടെ നിന്ന് 3 പേരാണ് വലിക്കുക. 1, 2, 3. ഇവിടെ ഈ 3 പേർ 1, 2, 3. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഇതിൽ ആദ്യത്തെ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് 100 ന്യൂട്ടൺ, രണ്ടാമത്തെ ആൾ 120 ന്യൂട്ടൺ, മൂന്നാമത്തെ ആൾ 180 ന്യൂട്ടൺ. ഇവിടെ 100 ന്യൂട്ടൺ, 130 ന്യൂട്ടൺ, 100 അല്ലല്ലോ, 130, 180, 120. അങ്ങനെയെങ്കിൽ ഇവർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവർ 3 പേരും ഒരേ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് ഓഫ് ടീം എ കാണണം. അതെങ്ങനെയാണ് കാണുക? 3 പേരും ഒരേ ഡയറക്ഷനാണ് വലിക്കുന്നത്. ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് ദ സം ഓഫ് ഫോഴ്സസ്. സോ ദാറ്റ് വിൽ ബി 100 പ്ലസ് 120 പ്ലസ് 180. ദാറ്റ് വിൽ ബി 400 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓഫ് ടീം ബി എത്രയായിരിക്കും? ടീം ബി ഈസ് ഈക്വൽ ടു 130 പ്ലസ് 180 പ്ലസ് 120, ദാറ്റ് ഈസ് 430 ന്യൂട്ടൺ. അപ്പം നമുക്ക് മനസ്സിലായി ഈ സൈഡിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാക്കുന്ന ഫോഴ്സ് ഈസ് ഓൺലി 400 ന്യൂട്ടൺ. ഇവിടെ ദാറ്റ് ഈസ് 430 ന്യൂട്ടൺ. സോ എങ്ങോട്ട് പോകും? ബിയുടെ സൈഡിലേക്ക് പോകും. ടീം ബിയുടെ സൈഡിലേക്ക് പോകും. ടീം എ വിൽ ലൂസ് അല്ലേ? അപ്പോൾ ആരാണ് വിന്നർ? ദാറ്റ് ഈസ് ടീം ബി ആണ്. ടീം ബി ആണ് വിന്നർ അല്ലേ? റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജയിക്കുക? ബി ആണ് ജയിക്കുക. റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെ കാണണം? റിസൾട്ടൻറ്റ് ഫോഴ്സ് 430 മൈനസ് 400 ഈക്വൽ ടു 30 ന്യൂട്ടൺ. സിമ്പിൾ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ഫോഴ്സും സെയിം ഡയറക്ഷനാണ്, ഇവിടെ എല്ലാ ഫോഴ്സും സെയിം ഡയറക്ഷനാണ്. പക്ഷേ ഇൻ ടോട്ടൽ എടുക്കുന്ന സമയത്ത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്പ് ഓഫ് കോൺടാക്റ്റ് ആൻഡ് നോൺ കോൺടാക്റ്റ് ഫോഴ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് കോൺടാക്ട് ഫോഴ്സ് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 2 പേരെയാണ്. ആദ്യത്തെ ആളാണ് മസ്കുലാർ ഫോഴ്സും, രണ്ടാമത്തെ ആളാണ് ഫ്രിക്ഷണൽ ഫോഴ്സും. എന്താണ് മസ്കുലാർ ഫോഴ്സ്? ദാറ്റ് ഈസ് ദ ഫോഴ്സ് കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് മസിൽസ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും നമ്മൾ സാധാരണഗതിയിൽ ബുള്ളിനൊക്കെ ഉപയോഗിക്കും അല്ലേ? കാർട്ട് വലിക്കാനും വേണ്ടി അങ്ങനെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ലേ? അനിമൽസിനൊക്കെ ഉപയോഗിക്കില്ല. അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ മസ്കുലാർ ഫോഴ്സ് ആണ്. ഹോഴ്സ് റൈഡിങ്ങിൽ ഉപയോഗിക്കുന്നത് ഹോഴ്സിൻ്റെ മസ്കുലാർ ഫോഴ്സ് ആണ്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ ആ ഒരു ആനിമലിൻ്റെ ബോഡി. ഓക്കെ, അതിൻ്റെ മസിൽസ് ഉണ്ടാക്കുന്ന ഫോഴ്സ് വിളിക്കുന്ന പേരാണ് മസ്കുലാർ ഫോഴ്സ്. അങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ? Frictional force is the force which opposes motion of one body over the surface of another body. ഒരു ബോഡീൻ്റെ അടുത്ത ബോഡീൻ്റെ സർഫസിൽ വരുമ്പോൾ ആ ഒരു മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ ഈ പെന്നിനെ പിടിച്ച് വെക്കാൻ സഹായിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷനില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പെന്ന് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ? എക്സാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ലറ്റ് യൂസ് മസ്കുലാർ ഫോഴ്സ് ഫോർ റണ്ണിങ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ബൈസിക്കിൾ വിൽ കം ടു റെസ്റ്റ് വെൻ യു സ്റ്റോപ്പ് പെഡലിങ് ഇറ്റ്. നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന നിർത്തി കഴിഞ്ഞാൽ മെല്ലെ നിൽക്കും. കാരണം എന്താ? സൈക്കിളിൻ്റെ ടയറും എർത്തുമുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോൺ കോൺടാക്ട് ഫോഴ്സ് 3 നമുക്ക് പഠിക്കാനുള്ളൂ. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എവിടെയുള്ളത്? മാഗ്നറ്റ് ഓൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലേ? മാഗ്നറ്റുകൾ തമ്മിലും മാഗ്നറ്റിക് മെറ്റീരിയൽ, അയൺ പോലെ മാഗ്നറ്റിക് മെറ്റീരിയൽ തമ്മിലുള്ള ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റ് അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് എൻ എക്സാമ്പിൾ. അതേപോലെ നമുക്ക് പറയാൻ പറ്റും മാഗ്നറ്റിൻ്റെ അട്രാക്ഷനും റിപ്പൽഷനും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷനും റിപ്പൽഷനും ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ? ചാർജ് പാർട്ടിക്കിളിൻ്റെ മാത്രമല്ല, ഒരു ചാർജ്ഡ് ബോഡിക്ക് അൺചാർജ്ഡ് ബോഡിയെയും അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്ട്രോ റബ്ഡ് വിത്ത് പേപ്പർ അട്രാക്ട് അനദർ സ്ട്രോ ബട്ട് റിപ്പൽ ഇഫ് ഇറ്റ് ഹാസ് ഓൾസോ if it has also been rubbed with a sheet of paper. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, സെയിം ചാർജ് ആണെങ്കിലും ചാർജ് ലെസ് ആയിട്ടുള്ള ഒരു ബോഡിനെയും അട്രാക്ട് ചെയ്യും. കാര്യം ഓർത്ത് വെക്കണം. ആൻഡ് ഫൈനലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിലെ എല്ലാ ബോഡീസും തമ്മിലുള്ള ഫോഴ്സാണ്. എർത്താണെങ്കിൽ നമ്മൾ എന്ന് വിളിക്കും ഗ്രാവിറ്റി എന്ന് വിളിക്കും.
ആപ്പിൾ താഴെ വീഴാൻ കാരണവും ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സോ ഇതാണ് ഈ ചാപ്റ്ററെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് ലൈവ് പ്രഷറുമായിട്ട് കാണണം. അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. സോ ഈ വീഡിയോ കണ്ട എല്ലാവരും കാര്യം മനസ്സിലായെങ്കിൽ കാര്യം കമൻറ്റ് ബോക്സിൽ എഴുതുക. സോ ദാറ്റ്സ് ഓൾ. അടുത്ത തവണ വീണ്ടും കാണാം. അതുവരെ ബൈ.